ഹലോ കൂട്ടുകാരെ, നമ്മ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കണ്ടോ, നല്ല അടിപൊളി പയർ മുളപ്പിച്ചതിന് നമുക്കിന്നൊരു തോരനുണ്ടാക്കാം. ഓക്കെ, നല്ല പോഷക ഗുണം, നല്ല ഫൈബർ കണ്ടൻ്റൊക്കെ ധാരാളം അടങ്ങിയ നമ്മുടെ ചെറുപയർ നല്ലോണം കിളിച്ചിരിപ്പുണ്ട്. ഇതിന് നമുക്കിന്ന് തോരനുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഓടിവായോ. നല്ല ഔഷധമൂല്യമുള്ള സാധനങ്ങൾ നമുക്ക് രാവിലെ കഴിക്കാം. ഇതിങ്ങനെ തന്നെ മുളപ്പിച്ചതിൽ നമുക്ക് ക്യാരറ്റും അങ്ങനെയുള്ള എന്തെങ്കിലും കൂടെയൊക്കെ ചെത്തിയിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഇത് വേവിക്കണമെന്നില്ല, പക്ഷേ ഇത് ഞാനിപ്പോൾ തോരൻ വയ്ക്കുന്നത് കൊണ്ട് എനിക്ക് വേവിക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും ഈ ചെറുപയർ തോരൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന എങ്ങനെ, ഇത് മുളച്ച് വരുന്നത് എങ്ങനെയെന്നറിയാമല്ലോ. രാവിലെ വെള്ളത്തിയിട്ടാൽ വൈകിട്ടാകുമ്പോൾ അതൊന്ന് കൊന്നു പറ്റും. അപ്പോൾ അതിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ചാൽ ഇതിനേലും ചിലിച്ച് വരും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ അങ്ങ് അടച്ചു വെച്ചിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും കിളിര് വന്നു, നല്ലോണം കണ്ട കൊമ്പ് മുളച്ച് അതിനെല്ലാത്തിനും കൊമ്പ് വന്നു. ഇനി നമുക്കിത് ഉപയോഗിച്ചാൽ വളരെ പോഷകമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്കിതിനത് വേവാൻ വയ്ക്കാം. ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മുളച്ചതായതുകൊണ്ട് ഇത് ഇലവർഗത്തിലോട്ട് പെട്ട് കഴിഞ്ഞു. ഇതിന് ഒരുപാട് വേവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമുക്ക് അടുപ്പിലോട്ട് വേവാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പയർ എന്തായെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, നല്ല തിളച്ചതായിപ്പോഴേ വെന്ത് തുടങ്ങി. നമുക്കിനി ഇതിൽ ഇച്ചിരി ലേശം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം കിടപ്പുണ്ട്, അതിനിപ്പോൾ കൂട്ടൊക്കെ ഇട്ട് സെറ്റായി വരുമ്പോൾ റെഡി ആയിക്കോളൂ. ഇതൊക്കെ കഴിക്കണം കേട്ടോ. ഇത് നമുക്കൊരു ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഈ ഡയറ്റ് ചെയ്യണവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് കുറച്ച് ഇതുപോലെ കുറച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് ക്യാരറ്റ് ചുരണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ട് ചൊരക്ക ഉണ്ടല്ലോ, അതൊക്കെ ചുരണ്ടിയിട്ടൊക്കെ കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഉപ്പ് റെഡിയാക്കി ഇനി അടുത്ത് അതിൻ്റെ കൂട്ട് കാണിച്ചാൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കണ്ടോ. തേങ്ങ, വെളുത്തുള്ളി ചതച്ചത്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതിന് നമ്മളിനി അരക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ച് നല്ല മിക്സാക്കി ഞെരടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി വേവട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പം നമ്മുടെ പയർ വെന്തോന്ന് നമുക്ക് നോക്കാം. നല്ലോണം വെന്തേക്കുന്നു. ഇനി നമുക്ക് ഇതിൽ കൂട്ടിടുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിന് കൊടുക്കാം. കുറച്ച് നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. വെന്ത പയർ കേട്ടോ, കുഞ്ഞിന് മാത്രം കേട്ടോ, നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഇത് വെന്തിങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം. ഒരുമാതിരി നല്ല മുട്ട വെച്ച മഞ്ഞക്കറിയൊക്കെ കഴിച്ചതുപോലെ തോന്നും. അത്രയും മതി. അത്രയും ഞാനിത് അടുത്ത് മാറ്റി വെച്ചേക്കാണ്. വൈകിട്ട് നമുക്ക് സാലഡാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂട്ടം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കണം കേട്ടോ. നെയ്യ് കൂട്ടിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അടച്ചു വയ്ക്കട്ടെ. അപ്പം നമ്മുടെ കൂട്ടൊക്കെ വെന്തതാ, നല്ല മണം വരുന്നു. നമുക്ക് ഇളക്കി എടുക്കണം. കറക്റ്റ് സെറ്റ് വെള്ളമൊക്കെ വറ്റി നല്ല ഒരു കണ്ട കളർഫുള്ളായിട്ടുള്ള ഒരു, അതുപോലെ അമിത പോഷകമുള്ള ഒരു പോഷകങ്ങളുടെ കലവറയായ ഒരു തോരൻ നമുക്കിന്ന് രാവിലെ ചോറേട്ടാനായിട്ട് ശരിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കണ്ട, അതുപോലെ വെരി ടേസ്റ്റിയാണ്. ഇനി
എണ്ണ ഒഴിച്ച് കടുതാളിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. പൊതുവേ നമ്മൾ ഇലവർഗ്ഗങ്ങൾക്ക് കടുക് താളിക്കാറില്ല, എണ്ണ മാത്രമേ ഒഴിക്കാറുള്ളൂ. പക്ഷേ ഇതിന് അതുപോലും വേണ്ട. നല്ല അങ്ങനെയും നമുക്ക് കൊളസ്ട്രോളൊന്നും വരത്തില്ല. നല്ല ശരിക്കും ഫൈബർ കണ്ടൻറ്റുള്ള അടിപൊളി ഐറ്റം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഇത്രയും നല്ലൊരു സാധനം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ പറയണേ, എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. എല്ലാവരുമായോ ഇത് നിങ്ങൾക്കുള്ളതാണ്, എടുത്തോളൂ, കഴിച്ചോളൂ കേട്ടോ. കണ്ടോ, ഈ ഐറ്റം നിങ്ങൾക്കാണ്. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്.